പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ പ്രധാന പൊരുളുകൾ ഇവയാണ്. 1. സമർപ്പണത്തിൻ്റെ പ്രതീകം. നമ്മുടെ പക്കലുള്ള ഏറ്റവും വിശുദ്ധമായത് ദൈവത്തിന് നൽകുക എന്നതാണ് പൊങ്കാലയുടെ ലക്ഷ്യം. മണ്ണിൽ നിന്നുണ്ടായ അരിയും ശർക്കരയും മൺകലത്തിൽ വെച്ച് അഗ്നി പകർന്ന് പാകം ചെയ്യുമ്പോൾ അത് ഭക്തന്റെ അഹംഭാവത്തെ ഉരുക്കി ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. 2. പൊങ്കുക എന്നാൽ ഐശ്വര്യം. കലം നിറഞ്ഞ് പായസം പുറത്തേക്ക് ഒഴുകുന്നതിനെയാണ് പൊങ്കുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞു കവിയട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇതിന് പിന്നിലുള്ളത്. വിളവെടുപ്പിന് ശേഷം ലഭിക്കുന്ന പുതിയ അരി കൊണ്ട് പൊങ്കാലയിടുന്നത് സമൃദ്ധിയുടെ ആഘോഷം കൂടിയാണ്. 3. പ്രകൃതിയും ഈശ്വരനും. പ്രകൃതിയിലെ 5 ഘടകങ്ങളെയും പഞ്ചഭൂതങ്ങൾ സമന്വയിപ്പിച്ചാണ് പൊങ്കാല നടക്കുന്നത്. മണ്ണ്, മൺകലം. ജലം, പായസം വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അഗ്നി, വിറകിൽ നിന്ന് ജ്വലിക്കുന്നത്. വായു, അഗ്നിയെ ജ്വലിപ്പിക്കുന്നത്. ആകാശം, തുറസായ സ്ഥലത്ത് നടത്തുന്നത്. ഇത് മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കാണിക്കുന്നു. 4. സമത്വവും ഐക്യവും. ജാതിമതഭേദമന്യേ ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവുകളിൽ ഒരേപോലെ അടുപ്പുകൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സാമൂഹികമായ ഒരുമ പ്രകടമാകുന്നു. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേരുന്ന അപൂർവ കാഴ്ചയാണിത്.